മനസ്സിലായില്ലേ? അങ്ങേരെ പൂട്ടച്ച് വീട്ടിൽ പോയി. എന്റെ താക്കോലുമില്ല. എന്തിനാ സാറേ? മറ്റു സാധനം ഉണ്ടോ? മറ്റേതോ? ഓ, ഒരു പൊടി വേണേ തരാം. അതിതാ. താക്കോലെന്ന് വാങ്ങിച്ചോണ്ടോ? അയാളെങ്കിലും തരത്തൊന്നുമില്ല. മക വെടക്കായി എന്നെ ചീത്ത പറയും. എന്താര്? ആ കടലാസിങ്ങട്. നീ ഇതുകൊണ്ട് കൊടുത്താ മതി. കൊള്ളാമല്ലേ? മോള് നന്നായിട്ട് ചായം കൊടുക്കുന്നുണ്ടല്ലോ. മുയലാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആവുന്നുണ്ടല്ലോ. അങ്കിൾ പോയി ഒരു ടെലിഫോൺ ചെയ്തു. മമ്മി അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ ഫോൺ ആരും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്കിൾ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, അങ്കിൾ ഒരു കടയിൽ കയറി കുറെ കാഡ്ബറീസ് വാങ്ങി. മോൾ ഇതൊക്കെ കഴിച്ചു വിടിരുന്നു കേട്ടോ. എന്തോരം മുട്ടായ മോക്ക് കിട്ടിയിരിക്കുന്നേ. കോൾ അടിച്ചു. അവൾ വന്നോടാ. ആ വന്നു. നീ അവളെ കണ്ടോ? ആ കണ്ടു. എവിടെയാണ് അവളെ കൊണ്ടുപോയി? ഞാൻ എവിടെയും കൊണ്ടുപോയില്ല. നീ അവളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവനെ പോലൊരു കൊണഞ്ചൻ. ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ വേണം പറയാൻ. ഒന്നാം തരം ഒരു ചാൻസ് ആണല്ലോ നശിപ്പിച്ചത്. പോവാം മോളെ. മോക്ക് ഇവന്മാർ കഥയൊന്നും പറഞ്ഞില്ലേ? ശരി, മോക്ക് അങ്കിള് പറഞ്ഞുതരാലോ. അവനെ ഫോളോ ചെയ്തിട്ട് അവൻ വന്നില്ല സർ. ഓഹോ, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവൻ ഇതിന് അഡിക്റ്റായ സ്ഥിതിക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഈ കൈപ്പട എസിൽ തുടങ്ങുന്ന പേര്, ഇത് രണ്ടും ഓർമ്മ വേണം. മോള് വാശി പിടിക്കാതെ മോളെ. മോക്ക് അങ്കിൾ എന്തൊക്കെയാ വാങ്ങി തന്നിരിക്കുന്നേ? ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ മോളെ. അയ്യോ, മോക്ക് ടോഫി വാങ്ങിച്ചുതരാം, ഉടുപ്പ് വാങ്ങിച്ചുതരാം. മോളെ സമാധാനമായിട്ടിരിക്കേ. അതേ നോക്ക് അങ്കിൾ എന്തൊക്കെയാ കൊണ്ടിരുന്നെന്ന്. അങ്കിള് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടിരുന്നുണ്ടല്ലോ. ടോഫി ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, നല്ല കുട്ടി ഉടുപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്ക? നോക്ക് കൊടുക്ക. എങ്ങനെയുണ്ട്? പോവാന്ന് പറഞ്ഞില്ലേ? പോടാ, നമുക്ക് ഇന്ദുമോക്ക് കുറച്ച് പാല് വാങ്ങിട്ട് വരാം. എന്നാ വേഗം വാങ്ങിട്ടോ. മോള് പാല് കുടിച്ചിട്ട്
നമുക്ക് മമ്മിയെ കാണാൻ പോവാം. പ്രേമേ, നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ പറ. നീ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിയെ വരിക, അത്രമാത്രം. എന്റെ മോള്. ആ, നിന്റെ മോള് വരുന്നുണ്ട്. ശബ്ദം ഒന്ന് കേട്ടോ വേണമെങ്കിൽ. ഇതുപോലെ നമുക്ക് എപ്പോഴാ മമ്മയുടെ അടുത്ത് പോകേണ്ടത്? ആ, ഇപ്പൊ പോകട്ടോ. മോളെ കേട്ടില്ലേ എന്തു പറയുന്നു? വേഗം പറ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആയാലോ? നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? എന്താ ഇത്? എന്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് കരയാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഹീസ് ഓൺ ദ ലൈൻ. സ്പീക്ക്. ഹലോ ഹലോ. പിന്നെ എന്റെ പ്രേമലതേ, ഇപ്പോഴേ പോലീസ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞതൊക്കെ ടേപ്പ് ചെയ്തു അല്ലേ? ഒരു ടേപ്പ് റെക്കോർഡിന്റെ ശബ്ദം. ആ, സാരമില്ല. പഴയതുപോലെ ഇനി പിടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഓർത്തോ, നിന്റെ മോള് പീസ് പീസ്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യില്ല എന്റെ കുഞ്ഞിന്. ശരിക്കാലോചിക്ക്. എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, അറിയാമല്ലോ. ഓക്കെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിച്ചത്? നിങ്ങളൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഞാൻ പോവാ. ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. ഭ്രാന്താണ് ഞങ്ങൾക്ക്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭ്രാന്താണ്. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ കിട്ടി ആദ്യത്തെ അവസരം പാഴാക്കില്ലേ? ശരിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഞാനാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് സമാധാനപ്പെടണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. പ്രോമിസ്. പ്രോമിസ്. എന്താ പപ്പ നീ പറയുന്നത്? നമ്മൾ 3 പേരോട് ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. ഞാൻ തനിച്ചല്ലല്ലോ. എന്നിട്ടിപ്പോ അന്നത്തെ ഒരു മൂഡിന് അല്പം ലഹരിയുടെ പുറത്താണെന്ന് വെച്ചോ. ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഒരു തമാശക്ക് അവിടെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതും പോരാഞ്ഞ് ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒരു കൊച്ചിനെയും കെട്ടോണ്ട് വന്നു. എനിക്ക് വയ്യ ജോണി, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. ഇവനുണ്ടല്ലോ, ഇവന് വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ത് വന്നാലും അവന്റെ തന്ത വിചാരിച്ച ഊരാ. എന്റെ കാര്യം അതല്ലേ? അല്ല, ഒരു പ്രശ്നം വന്നാ എനിക്കും അതൊരു ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് ചെയ്യണോ പറയുന്നത്? നീ അവന്റെ കാല് പിടിച്ച സംഗതി നടക്കും. കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാന്ന് പറ. പോലീസിനായിരുന്നു ഊരാൻ അതേ ഒരു മാർഗമുള്ളൂ. അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൾ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആകെ ഗുലുമാലായി. അഴി എണ്ണീത് തന്നെ. അത് മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ ഡാഡിയും മമ്മിയും നാളെ എത്തും. ഈ കുട്ടിയുമായിട്ട് ഇവിടെ കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകാനാടാ ജോണി? ഒറ്റയ്ക്കായിരുന്നില്ല എങ്ങനെയെങ്കിലും തടയപ്പായിരുന്നു. അതിനെ ആ വീടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടറാ. അതങ്ങ് പൊക്കോളും. അവിടെ ഒക്കെ പോലീസ് ആയിരിക്കും. ചെന്നാലേ നേരെ പിടിച്ച് അകത്തായിക്കോളും. ഒന്നും മിണ്ടായിരിക്കടാ. ഇവന്റെ വർത്തമാനം കേട്ടാ ഏതാണ്ട് കൊള്ളക്കാരെ പിടിക്കാനായിട്ട് CID-മാരെ നടക്കുന്ന പോലെ. അവൻ പറയുന്നത് നേരാ. ചിലപ്പോ അവരവിടെ കാവലാണ്. ഞാൻ പോവാടാ. സുനിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കടാ. പിടിച്ചാലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ. നീ വീട്ടിലേക്ക് വന്നേക്കരുതേ. ആകെ കുഴപ്പത്തിലാവും. നീ എന്തെങ്കിലും ഒന്ന് പറ. സംഗതി ഗൗരവമുള്ളതാ. ഇന്നൂടെ കഴിഞ്ഞാ ഇവിടുത്തെ താമസം അപകടത്തില. എന്തെങ്കിലും ഒന്ന് പറയേ. ആ, അപ്പൊ ഇതിന് മാത്രം ഞാൻ തനിച്ചൊരു തീരുമാനം എടുക്കണം അല്ലേ? അപ്പൊ ഇതുവരെ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല. നാളെ എന്റെ ഡാഡിയും മമ്മിയും ദർശനത്തിന് വരും. എനിക്കെല്ലാം മനസ്സിലായി. ഉഫ്, ഞാൻ പോയേക്കാം. ഇനി ഒരിക്കലും ഞാൻ ശല്യമാവില്ല. യെസ്, പോലീസ് സ്റ്റേഷൻ. ഏയ്, അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏതായാലും അത് തൊടണ്ട. ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ. ആ ജയകുമാറിന്റെ വീട്ടിൽ ആരോ ഒരു പാക്കറ്റ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. അവരതാ കുട്ടിയുടെ കയ്യോ കാലോ ആണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക.
നമുക്കുടനെ അങ്ങോട്ട് പോകണം. ആ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനെ കൂടെ വിളിച്ചോളൂ. ശരി സാർ. എന്താ ഇത്? ഒന്നുമില്ല, മോക്കൊന്നുമില്ല. നിങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റ്. അത് തുടരുമ്പോ ഒന്നും കാണണ്ട. സമാധാനമായിട്ടിരിക്കും. ശബ്ദം ഉണ്ടാക്കി അവരെ ഉണർത്തണ്ട. ഈ ടെൻഷനിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കൂ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വേണം മിസ്സസിനെ സമാധാനിപ്പിക്കാൻ. നിങ്ങൾ കൂടെ ഇമോഷണൽ ആയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഞാൻ പറയുന്നത് കേൾക്ക്. വി വിൽ കാച്ച് യു. കം ഓൺ. എന്ത് പറ്റി കുഞ്ഞാടെ? ഒന്നുമില്ല. മറ്റേ ആളുകളൊക്കെ എവിടെ? അറിയില്ല. ഓഹോ, ഒറ്റയ്ക്കായില്ലേ? എന്താ, വീട്ടിൽ നിന്ന് പുറത്താക്കിയോ അതോ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടോ? ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു കാണും. ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നുമല്ല എന്റെ പ്രശ്നം. പിന്നെ അങ്കിളിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉണ്ടെങ്കിൽ അങ്കിൾ എനിക്കൊരു ബീഡിതാ. ഇല്ല, തരൂല. ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മനസ്സ് കലങ്ങി പറയുമ്പോ വലിക്കാനുള്ളതല്ല, ഉള്ള സന്തോഷം ഇരട്ടിപ്പിക്കാനുള്ളതാ. മോൻ ഈ ദുഃഖമെല്ലാം കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് വാ. ഇത്തിരി സ്വസ്ഥമായിട്ടൊന്നും കരുതി എങ്ങോട്ട് വന്നത്. സ്വസ്ഥതയില്ലാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട. അഥവാ നിങ്ങൾക്കൊന്നും സ്വസ്ഥതക്കുറവുണ്ടാകാൻ പാടില്ല. നിരാശ വന്നാൽ കഴിഞ്ഞില്ലേ? ചെറുപ്പത്തിന്റെ ആ ഒരു ത്രില്ലൊക്കെ തീർന്നില്ലേ? ഗോ അഹെഡ്. എന്ത് പ്രശ്നം വന്നോട്ടെ, ഷൂട്ട് ഇറ്റ്. ചെറുപ്പത്തിലെ അഡ്വഞ്ചേഴ്സ് ആകാനൊക്കൂ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആഗ്രഹിക്കാനേ പറ്റൂ. ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ യൂത്ത്. അളവ് പറ. എന്തോ നീളോ മീതിയും പറയാൻ. ആരാടാ ഈ അന്തോണി? പെട്ടി മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്തോരം കാര്യങ്ങളാണ് അന്വേഷിക്കണേ. എന്താ, മോളെ കെട്ടിച്ചു കൊടുക്കാനുണ്ടോ? സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ മറ്റേ, അയ്യോ, സാറിന് പെട്ടി വേണമെങ്കിൽ അളവിന് കൊടുത്തയച്ചാ പോരെ? ഞാനത് കൊടുത്തയക്കില്ലേ? ഇതിവിടെ വലിയ പെട്ടുണ്ട്, വലിയ പെട്ടുണ്ട്, ചെറിയ പെട്ടി ചെറിയ പെട്ടിയുണ്ട്, ഇഷ്ടംപോലെ പെട്ടിയിൽ. ആരാടാ ഈ സുനിൽ? സുനിൽ? സുനിലല്ലേ? ഈ സുനിൽ മറ്റേ ഈ സുനിൽ, സുനിൽ എന്റെ കസ്റ്റമറാ. കസ്റ്റമറോ? ശവപ്പെട്ടി കസ്റ്റമറോ? അവന് പണി പഠിക്കാൻ വേണ്ടി വരുന്നതാ. എന്ത് പണി? പെട്ടി പണി. എന്താണ് ഈ സാധനം കൊടുത്തയക്കാൻ എഴുതിയിരിക്കുന്നത്? സാധനം അതെ, ഈ മറ്റേ ഉളിയും കൊട്ടുപടിയും. അവന് വീട്ടിൽ നിന്ന് പണി പഠിക്കാനാണേ. ഞാനൊരു കാര്യം ചെയ്യാം. ഈ സുനിലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും സുനിലിനെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞേക്കാം. പോരെ? എന്താ പാടും അതിനകത്തൊക്കെ? ഇവിടുത്തെ പെട്ടികൾ പോലത്തുള്ള പെട്ടികൾ അവിടെ ഉണ്ട്. അകത്ത് സ്റ്റോക്കാണ്. ഈ പെട്ടിയിൽ വെച്ചാണെങ്കിൽ ചെറിയ പെട്ടികളുണ്ട്, വലിയ പെട്ടികളുണ്ട്, പിന്നെ പേപ്പർ ഒട്ടിച്ചുള്ള പെട്ടികളുണ്ട്, ഇഷ്ടം പോലെ പെട്ടികളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നിറച്ച ആനയാണേ. വെറുതെ എന്തിനാ പോണേ ആവശ്യമില്ലാണ്ട്. നമ്മളങ്ങോട്ട് പോവാ. ഒരു വഴിയോ അകത്ത് മുള്ളാനി ഉണ്ടാവും. ചെറിയ പെട്ടികൾക്ക് തറച്ചേന്റെ മുള്ളാനി ഉണ്ടേ. കാരണം സൂക്ഷിച്ചോട്ടോ.
എന്താണോ ചിരിക്കുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ. അല്ല, ഓരോരോ പോലീസ് സ്റ്റേഷനില് ഓരോന്ന് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവാണേ. മനസ്സിലായില്ല. ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരെയാ തട്ടണേ? സാറൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുകൂടിയേണ്ട വല്ല കാര്യമുണ്ടോ? താനൊരു കാര്യം ചെയ്യും. നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരൂ. ഞാനാ? തന്റെ അളവിൽ ഒരു പെട്ടി കൂടെ എടുത്തോളൂ. ആ, കമോൺ. ഒരു കച്ചവടായി. എന്റെ അളവില? അയ്യോ, ഇവന്മാരെവിടെ പോയി മുങ്ങി? അന്തോണി, എന്റെ അമ്മേ. അച്ചായോ, അമ്പട ഭയങ്കര. അന്തോണി, നീ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് മുഖത്തൊരു നിരാശ? 2 ശവങ്ങളെ കിട്ടിയെന്ന് വിചാരിച്ചില്ലേ? എന്താ അങ്ങനെ? ആ